കൊല്ലത്ത് വൃദ്ധജനങ്ങൾക്കും കുട്ടികൾക്കുമായി ആരംഭിച്ച കെയർ സെന്റർ വൻ പ്രതിസന്ധിയിൽ. കുണ്ടറ ചിറ്റുമല ബ്ലോക്ക് ഓഫീസിന് സമീപമുള്ള മമ്മി ഡാഡി കെയർ സെന്ററിന് മുൻകാലങ്ങളിൽ സർക്കാർ സഹായം ലഭിച്ചിരുന്നു. എന്നാൽ സഹായം നിലച്ചതോടെ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 85ഓളം അന്തേവാസികളുടെ അഭയകേന്ദ്രം ഇന്ന് നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. കുണ്ടറ മുളവന കരിപ്പുറം സ്വദേശി തോമസ് പി ജോർജാണ് ഈ അഭയകേന്ദ്രത്തിന് തുടക്കം കുറിച്ചത്. MRFൽ ജോലി ചെയ്തിരുന്ന തോമസ് ജോർജ് പിന്നീട് പ്രവാസ ജീവിതം ആരംഭിച്ചു. 1998ലാണ് MG ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് മമ്മി ഡാഡി കെയർ സെന്റർ ആരംഭിക്കുന്നത്. തുടർന്ന് അവഗണനകൾ നേരിട്ടിട്ടും സ്വന്തം ഭൂമി ഉൾപ്പെടെ വിറ്റ് സാമൂഹ്യ പ്രവർത്തനം നടത്തി. 3 വർഷം മുൻപാണ് തോമസ് ജോർജ് മരണപ്പെടുന്നത്. തുടർന്ന് മകനായ വരുൺ ജോർജാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകുന്നത്. മറ്റുള്ള സ്ഥാപനങ്ങളെ പോലെ ഒരു പബ്ലിസിറ്റി ഇതിന് ആദ്യം മുതലേ കൊടുത്തിട്ടില്ലായിരുന്നു. നേരത്തെ മുൻ പ്രസിഡന്റ് തോമസ് പണിക്കർ, എൻ്റെ പപ്പ. അപ്പോൾ അദ്ദേഹം പബ്ലിസിറ്റി വേണ്ട, കാരണം അദ്ദേഹം സമ്പാദിച്ചത് മുഴുവനും ഏകദേശം ഇവിടെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. കാര്യം ഓരോ സമയത്തും പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഏതെങ്കിലും സ്ഥലം വിറ്റ് അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങൾ നടത്തും. അങ്ങനെ ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് അതുപോലെ സ്ഥലം കൊടുക്കുവാനോ അതിനുള്ള സമ്പാദ്യം എനിക്കില്ല അപ്പോഴത്തേക്കും. അപ്പോൾ അത് ഇങ്ങനെയുള്ള നല്ല വ്യക്തികൾ മുഖാന്തരമാണ് ഈ സ്ഥാപനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സുഹൃത്തുക്കൾ വഴിയും മറ്റ് നാനാജാതി മതസ്ഥരിൽ നിന്നുമുള്ള സഹായങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ആദ്യമൊക്കെ സർക്കാർ സഹായം ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ യാതൊരുവിധ സഹായവുമില്ല. എന്നാലും മക്കളില്ലാത്ത അമ്മയ്ക്കും അച്ഛനും ഉൾപ്പെടെ നിരവധി പേർക്ക് ഇവിടെ സംരക്ഷണം നൽകി വരുന്നു. താമസിക്കുന്ന 20 ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്. മാതാപിതാക്കൾ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് വളരെ നമ്മുടെ സ്ഥാപനം വളരെ പരിതാപകരമായിട്ട് പോകുന്നു. കാരണം നമുക്ക് ഗ്രാൻറ്റുകളൊന്നും കിട്ടുന്നില്ല. ഒരു 3-4 വർഷമായിട്ട് നമുക്ക് ഗ്രാൻഡ് ഇല്ല, സ്കൂളിനില്ല, കോളേജ് ഹോമിനില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വരുമാനങ്ങളൊന്നുമില്ല. പുറത്തുനിന്ന് ഇതുപോലെ ആരെങ്കിലും ഒക്കെ ചെറിയ സഹായങ്ങൾ, വലുതായിട്ടുള്ള സഹായങ്ങൾ നമുക്ക് പറ്റുന്നതുമില്ല. ഇനിയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയും സ്ഥലപരിമിതിയും കാരണം ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണിവർ. ജനം, കൊല്ലം.